കിഴക്കൻ വെള്ളത്തിൽ മുങ്ങി കുട്ടനാടും അപ്പർ കുട്ടനാടും. അമ്പലപ്പുഴ തിരുവല്ല പാത വെള്ളത്തിലായി. താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലായതോടെ പലയിടങ്ങളിലും രോഗികളടക്കം കുടുങ്ങി. തിരുവല്ല നിരണത്തെ വിവിധ പ്രദേശങ്ങൾ ഇപ്പോഴും വെള്ളക്കെട്ടിലാണ്. കോട്ടയം ജില്ലയുടെ പടിഞ്ഞാറൻ മേഖലയിലും മഴക്കെടുതി രൂക്ഷമായി തുടരുന്നു. തലവടി പ്രദേശത്തു നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടത്. അത് തലവടിയിൽ ദിവസങ്ങളായി ഒറ്റപ്പെട്ട് കിടക്കുന്ന ഒരു ഭാര്യയും ഭർത്താവുമായിരുന്നു. അവർക്ക് വീടിന് പുറത്തേക്ക് ഇറങ്ങാൻ സാധിക്കാത്ത അവസ്ഥയായിരുന്നു. സേവാഭാരതിയുടെ പ്രവർത്തകരാണ് വള്ളത്തിൽ എത്തി അവരെ റോഡിലേക്ക് എത്തിച്ചത്. എവിടെ വെള്ളത്തിലായിരുന്നു? അതെയോ, 2-3 ദിവസമായിട്ട് വെള്ളത്തിലായിരുന്നു. പിടിച്ച് നിൽക്കാൻ നോക്കി, പക്ഷെ രക്ഷയില്ല. എനിക്ക് ഈ ഹാർട്ടിന്റെ പ്രോബ്ലം ഉണ്ട്, അവർക്ക് കാലിന്റെ മുട്ടിന്റെ. അപ്പോൾ അവിടെ ഇറങ്ങാൻ പറ്റിയില്ല, ഒരു രക്ഷയില്ല. കൂടുതൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറക്കുന്ന ഒരു അവസ്ഥയാണ് ഉള്ളത്. പല ക്യാമ്പുകളിലേക്കും ഭക്ഷണങ്ങൾ എത്തിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ചോറടക്കമുള്ള കാര്യങ്ങൾ തയ്യാറാക്കാൻ വേണ്ടിയുള്ള സാമഗ്രികൾ ആയി ഓരോ ആൾക്കാരും പോകുന്ന ഒരു കാഴ്ച കൂടി നമുക്ക് കാണുവാൻ സാധിക്കും. സംസ്ഥാന പാതയിലെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഒരു വലിയ തോടിന് സമാനമായ സ്ഥിതിയാണ് ഈ പാതയിലുള്ളത്. ഇത് കുറേയേറെ ദിവസങ്ങളായി, 5 ദിവസത്തിലേറെയായി ഇത് തന്നെയാണ് അവസ്ഥ. ഇവിടെ ഏക യാത്രാമാർഗം എന്ന് പറയുന്നത് ട്രാക്ടറിലാണ് യാത്ര ചെയ്യുന്നത്. ഇപ്പോൾ ഒരു പുഴ ഒഴുകി പോകുന്നത് പോലെ ആ ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ സാധിക്കും. വീടുകളിലേക്ക് തന്നെ വെള്ളം ഒഴുകി പോകുന്നു. സമീപത്ത് പമ്പാ നദി കൊണ്ട് പമ്പാ നദിയിൽ നിന്നുള്ള വെള്ളമാണ് ഇത്തരത്തിൽ ഒഴുകി ഓരോ വീടുകളിലേക്കും പോകുന്നത്. ഈ നമ്മുടെ തലവടി ഉൾപ്രദേശത്തെ അവസ്ഥ എങ്ങനെയുണ്ട്? ഏതാണ്ട് 4 ദിവസത്തിന് മേളിലായി തലവടി പഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങൾ വെള്ളം കയറി കിടക്കുകയാണ്. ഒത്തിരി പേരാണ് വീടിന് അകത്ത് കുടുങ്ങിക്കിടക്കുന്ന ആൾക്കാർ. അവരെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റാനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചുകൊണ്ടിരിക്കുന്നു. രോഗിയായിട്ടുള്ള ഒരു അമ്മയെ നേരെ കസേരയിൽ കയറ്റി നേരെ ആശുപത്രിയിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. സമീപത്ത് ഒരു 4-5 കിലോമീറ്റർ അകലേക്ക് പോകുമ്പോൾ ഒരു പ്രാദേശികമായിട്ടുള്ള ആശുപത്രി ഉണ്ട്. അവിടേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ നടത്തുന്നത്. തിരുവല്ലയിലെ നിരണം ഭാഗങ്ങളിലൊക്കെ തന്നെ പലയിടങ്ങളിലും വെള്ളക്കെട്ട് രൂക്ഷമാണ്. ഈ വെള്ളക്കെട്ടിനുള്ളിലൂടെ ഇപ്പോൾ തിരുവല്ലയിൽ നിന്നും അധികൃതർ വിവിധ ക്യാമ്പുകളിലേക്ക് സാധനങ്ങൾ എത്തിക്കുകയാണ്. നിരണത്തിപ്പോൾ നമ്മളൊരു ക്യാമ്പിൽ ചെന്നപ്പോൾ, സ്കൂളിൽ ചെന്നപ്പം ക്യാമ്പിൽ വരെ വെള്ളം കയറിയ അവസ്ഥയാണ്. വെള്ളത്തെ ഭയന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ക്യാമ്പിലെത്തുമ്പോൾ ക്യാമ്പിലും ഇതേ സ്ഥിതി. ഇപ്പം ഈ ലോറിയിൽ അവർക്കുള്ള സാധനങ്ങൾ എത്തിക്കാനായിട്ട് കൂടെയുള്ള ചേട്ടന്മാരും നമ്മളോടൊപ്പം ഉണ്ട്. ചേട്ടാ, ഈ രക്ഷാപ്രവർത്തനം നടത്താൻ ബോട്ട് തന്നെ വേണമെന്നൊന്നും ഇല്ലല്ലേ? ഇല്ലില്ല, നമ്മളിപ്പോൾ വണ്ടിയിലല്ലേ ചെയ്തോണ്ടിരിക്കുന്നത്. നമ്മുടെ അടുത്ത് തലശ്ശേരി പറഞ്ഞത് നിങ്ങൾ ഒന്ന് വന്ന് ഞങ്ങളെ ഒന്ന് സഹായിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ബോട്ട് കളഞ്ഞിട്ട് വരികയായിരുന്നു. ഞങ്ങൾ വന്നിട്ട് ഇപ്പോൾ അരിയും സാധനങ്ങളൊക്കെ ഓരോ ഇതിലോട്ട് ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. അരി സാധനം, പച്ചക്കറികൾ എല്ലാം ക്യാമ്പുകളിൽ കൊടുത്തോണ്ടിരിക്കുന്നു. നിങ്ങൾ എവിടെ നിന്നുള്ളവരാ? ഞങ്ങൾ ആലപ്പുഴ കള്ളിക്കാടെന്ന് പറയും, ആറാട്ടുപുഴ കള്ളിക്കാട്. അവിടെ മത്സ്യബന്ധന തൊഴിലാളികളാണ്. അതെ അതെ. അവരെന്ത് പറയുന്നു അത് ചെയ്യാൻ വേണ്ടിയാണ് ഞങ്ങൾ കടലിന്റെ മക്കൾ ഇവിടെ എത്തിയിരിക്കുന്നത്. ഇടവിട്ട് അതിശക്തമായ മഴ കോട്ടയം ജില്ലയിൽ ഇപ്പോഴും പെയ്യുന്നുണ്ട്. അതേസമയം മീനച്ചിലാറിലെയും മണിമലയാറിലെയും ഒക്കെ തന്നെ ജലനിരപ്പ് കുറഞ്ഞത് ആശ്വാസകരമാണ്. എന്തായാലും പടിഞ്ഞാറൻ മേഖലയാണ് ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്നത്. വെള്ളക്കെട്ട് ഇപ്പോഴും തുടരുകയാണ്. ഭയങ്കര വെള്ളം. നമ്മുടെ തിരുവാർപ്പയിൽ നമ്മുടെ കാഞ്ഞന ഭാഗം മുതൽ മാണിക്കുന്നം വരെ വെള്ളം. വീട്ടിനകത്ത് കയറിയിട്ടില്ല, വീട് കുറച്ച് ഹൈറ്റിലാണ് ഇരിക്കുന്നത്. ആ റോഡിൽ, വീട്ടിലോട്ട് പോകുന്ന റോഡിലെല്ലാം അരയറ്റം വെള്ളമുണ്ട്. കിഴക്കൻ വെള്ളം പടിഞ്ഞാറൻ മേഖലകളിലേക്ക് എത്തുന്നതിന്റെ ഒഴുക്കിൽ കാര്യമായ കുറവുണ്ടായിട്ടുണ്ട്. അത് ഏറെ ആശ്വാസം നൽകുന്ന കാര്യമാണ്.